നല്ലോണം കുരുമുളകൊക്കെ ചേർത്ത് ഒരു ഇളമ്പക്ക റോസ്റ്റ്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. നമ്മുടെ നാട്ടിൽ ഇതിനെ ഇളമ്പക്ക എന്നാണ് പറയുക. കക്ക എന്ന് പറയുന്നവരുണ്ട്, വേറെ പല പേരുകളും പറയുന്നവരുണ്ട്. കഴിക്കാനൊക്കെ വളരെ അടിപൊളിയാണെങ്കിലും ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ പണിയൊന്നുമല്ല. ഒരുപാട് പേര് ഇതിനുള്ള വേസ്റ്റ് ഒന്നും കളയാണ്ട് തന്നെ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് ഇത് കറി ഉണ്ടാക്കാറ്. കുറച്ചും കൂടെ വലിയ ഇളമ്പയ്ക്കാണെങ്കിൽ നമുക്ക് എളുപ്പം ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് വളരെ കുഞ്ഞാണ്, അതുകൊണ്ട് നല്ല സമയമെടുത്ത് മാത്രമേ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിലെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഒരു 5-6 വട്ടം നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക. എന്നാലും മാത്രമേ ഇതിലുള്ള വേസ്റ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോവുള്ളൂ. ഇനി ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം കുക്കായി കഴിയുമ്പോൾ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ചുകൂടെ നല്ല കളർ വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ നല്ലോണം കുക്ക് ചെയ്യണം, ഒട്ടും പച്ചമണം ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇളമ്പക്കയും കൂടി ഇട്ട് നല്ലോണം ഇളക്കുക. ഇളമ്പക്ക മസാലയായിട്ട് നല്ലോണം മിക്സാക്കി കഴിഞ്ഞ് ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ച് കുറച്ച് സമയം എടുത്ത് കുക്ക് ചെയ്യുക. ഇളമ്പക്കയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലോണം വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കിയാലും മതി. അടപ്പ് തുറന്ന് നമ്മൾ നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ പ്രധാന ഐറ്റം കുരുമുളകാണല്ലോ, അതുകൊണ്ട് എല്ലാവരുടെ എരിവിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഞങ്ങൾ എടുത്തിരിക്കുന്ന മുളക് പൊടിക്ക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് വളരെ കുറച്ച് അളവിൽ കുരുമുളക് ഇട്ടിരിക്കുന്നത്. ഇനി എല്ലാം കൂടെ ഇളക്കി നല്ലോണം മിക്സ് ചെയ്തിട്ട് അടുപ്പ് ഓഫ് ചെയ്ത് ഇതങ്ങ് അടച്ചു വയ്ക്കാം കുറച്ച് സമയം. ഇതുപോലൊരു ഇളമ്പക്ക റോസ്റ്റ് ഉണ്ടെങ്കിൽ മറ്റൊരു കറീൻ്റെ ആവശ്യമില്ല. കുറച്ച് ചോറെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഇളമ്പക്ക റോസ്റ്റ് ഇട്ട് നല്ലോണം ഇളക്കി നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. മറ്റു കറികളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നമ്മുടെ ഇളമ്പക്ക റോസ്റ്റിൻ്റെ ടേസ്റ്റ് എവിടെയോ മിസ്സായി പോകും. അതുകൊണ്ട് ഞാനിതിങ്ങനെയാണ് കഴിക്കാറ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുമെന്ന് നാട്ടിൽ നിന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ ഈ വക സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.